നമ്മൾ എങ്ങനെയാണോ അതുപോലെ പെരുമാറുകയല്ല, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കസ്റ്റമർ ആരാണോ ആ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാറും. ഞാനിപ്പോ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇങ്ങനെ ഓരോരുത്തരോടും കുറെ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, നിങ്ങളൊന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ ഉണ്ടായത്? അത് നിങ്ങൾ ആലോചിച്ചിട്ട് എന്നോട് ഉത്തരം പറഞ്ഞു. ആലോചിച്ച് ഉത്തരം പറയുമ്പോൾ ചിലരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡിലേക്കായിരുന്നു ആലോചിക്കുമ്പോ കണ്ണിന്റെ കൃഷ്ണമണി പോയിരുന്നു. ഇയാള് ഒക്കെ പോയിരുന്നത് സൈഡിലേക്കായിരുന്നു കണ്ണിന്റെ കൃഷ്ണമണി പോയിരുന്നത്. ഓക്കെ, സൈഡിലേക്ക് കണ്ണിൽ കൃഷ്ണമണി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ഓഡിറ്ററീസ് ആണെന്ന്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയോ? സംസാരിക്കുമ്പോൾ ശബ്ദം കൂട്ടിയിട്ട് അടുത്ത് വന്ന് ശബ്ദം കൂട്ടിയൊക്കെ സംസാരിക്കും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കും പെട്ടെന്ന്. ഞാൻ ഇവിടെ കാണിക്കുന്ന ആക്ഷനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്റെ ശബ്ദം ഉയരുന്നതും താഴുന്നതും ഒക്കെയാണ്. ശരിയല്ലേ? ഓർത്തെടുക്കുന്നത് മിക്കവാറും എന്റെ ശബ്ദത്തിനെ ആയിരിക്കും. ബിക്കോസ് യു ആർ എൻ ഓഡിറ്റർ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കസ്റ്റമർ അവൻ ഓഡിറ്ററി ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഓഡിറ്ററി തിരിച്ചറിയാം? അവനോട് നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അവനൊന്ന് ഓർക്കും, അപ്പൊ അവന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണും. വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് വരെയുണ്ടോ? ഓക്കെ, അവരെ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? അവരോട് നമ്മൾ സംസാരിച്ച വാക്കുകൾ കൊണ്ട് കൂടുതൽ സംസാരിച്ചാൽ മതി. അത് ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ നിത്യ എങ്ങനെ ഇരിക്കുന്നു, നിത്യോട് ഇങ്ങനെ സംസാരിക്കണേക്കാട്ടും നല്ലത് നിത്യ ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ചെറിയ സംസാരിക്കുന്ന എടുത്തോ. എന്തുകൊണ്ടറിയോ? എന്റെ ചെവി വായ എന്ന് പറയുന്നത് തന്റെ ചെവിയുടെ അടുത്ത്. താനത് ചെവി ഓർത്തിരിക്കേ.